ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ APFC നടത്തി വരുന്ന വചന പ്രഭാഷണ പരമ്പരകളിലൂടെ സന്ധിക്കുവാനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ആത്മീയമായി വളരണമെന്ന് ഒരുവിധപ്പെട്ട എല്ലാ വിശ്വാസത്തിനും താല്പര്യമുണ്ട്. എന്നാൽ അവർ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം നാളിതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ പഠിച്ചു നോക്കിയാൽ, വിശേഷാൽ ആത്മീയ നിലവാരം പരിശോധിച്ചാൽ, തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആത്മീയ ഉത്സാഹത്തെക്കാൾ, ആത്മീയ വളർച്ചയെക്കാളൊക്കെ താഴ്ന്ന നിലവാരത്തിലേക്കല്ലാതെ ഉയർന്ന നിലവാരം കൈവരിച്ചവർ വളരെ വിരളമാണ്. എന്താണ് ആത്മീയ ഉയർച്ച പ്രാപിക്കുവാനുള്ള മാർഗം? എങ്ങനെ ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്നവർ കണ്ടേക്കാം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അത്തരത്തിൽ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങളോട് ഈ ചെറിയ സന്ദേശത്തിലൂടെ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മനുഷ്യന് തൻ്റെ വളർച്ചയ്ക്കും പോഷണത്തിനും ഭക്ഷണം അനിവാര്യമായിരിക്കുന്ന പോലെ തന്നെ ഒരു ആത്മീയ മനുഷ്യന് അവൻ്റെ പോഷണത്തിനും വളർച്ചയ്ക്കും ദൈവവചനം അത്യന്താപേക്ഷിതമാണ്. പത്രോസ് ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിക്കുക. അപ്പോൾ ഒരുവൻ വളരണമെങ്കിൽ, ശേഷാൽ ആത്മീയമായിട്ട് വളരണമെങ്കിൽ, ദൈവവചനം അവൻ ദിനംതോറും പാരായണം ചെയ്യുകയും ധ്യാനിക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യണം. ഒരു പരിധിവരെ വചനപാരായണവും ധ്യാനവും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒഴിവാക്കേണ്ട കാര്യങ്ങളെ ഒഴിവാക്കാതുള്ള വചനധ്യാനവും പാരായണവും ഒക്കെ ആയതുകൊണ്ട് പലപ്പോഴും അത് ഫലപ്രദമായ നിലകളിൽ ജീവിതത്തിൽ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായ ഒരു ആത്മവളർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതിന് നിദാനമായ കാര്യം ഉപേക്ഷിച്ചുകൊണ്ട് വേണം ദൈവവചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, അനുസരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ. മാനുഷികമായ രീതിയിൽ നാം കഴിക്കുന്ന ഭക്ഷണം തൊട്ട് മുമ്പ് കഴിച്ച ഭക്ഷണവുമായി യോജിച്ചു പോകുന്നതല്ലെങ്കിൽ അത് ഉദരത്തിൽ ചെന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ അകത്ത്, ആത്മീയ മനുഷ്യൻ്റെ അകത്ത് വചനവിരുദ്ധമായ കാര്യങ്ങൾ കിടക്കുന്നെങ്കിൽ താൻ ധ്യാനിച്ചോ പാരായണം ചെയ്ത വചനങ്ങളിലൊന്നും തനിക്ക് ഉപകാരപ്പെടുകയില്ല. അതുകൊണ്ട് ഒഴിവാക്കേണ്ടതായ ദുഷ്ടതയെ ഒഴിവാക്കിക്കൊണ്ട്, ചതിവ് ഒഴിവാക്കിക്കൊണ്ട്, വ്യാജഭാവം ഒഴിവാക്കി, അസൂയ ഒഴിവാക്കി, നുണ ഒഴിവാക്കി രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന പാൽ കുടിക്കുവാൻ ഇടവരണം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം: എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ, സ്വഭാവങ്ങളുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് നല്ലോണം ബോധ്യമുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. നിങ്ങളെ പരിശോധിക്കുക, കുറവുകളെ കണ്ടുപിടിക്കുക, ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, ഒരു പുതിയ തീരുമാനത്തോടെ ദൈവത്തെ സ്വയിപ്പാൻ നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. മറ്റൊരാളെ പരിശോധിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ കുറവുകൾ കണ്ടുപിടിക്കുവാനൊക്കെ നമ്മൾ വ്യഗ്രത കാണിക്കുന്നവരെന്നാൽ സ്വയപരിശോധനയ്ക്കായി ഈ സമയം വിനിയോഗിക്കുന്നെങ്കിൽ ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. നിന്റെ കുറവുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ, അത് ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞാൽ
നിനക്ക് ഫലപ്രദമായ ക്രിസ്ത്യ ജീവിതവും അതിനനുസൃതമായ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ കഴിയും. കർത്താവ് നിനക്ക് ആയുസ്സ് തരുന്നെങ്കിൽ വചന വ്യവസ്ഥയും പ്രകാരം സ്വയം ശോധന ചെയ്ത് കുറവുകളെ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ധ്യാനിക്കുന്ന വചനത്തിന് അനുസൃതമായ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുങ്ങാം. മേ ഗോഡ് ബ്ലസ് യു.